അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് AP വിഭാഗം, EK വിഭാഗം. പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ദിവസങ്ങളായി ഖാളിയുടെ പ്രശ്നമായി, അതിനുശേഷം ലീഗിന്റെയും സമസ്തയുടെയും ഇടയിലുള്ള പ്രശ്നം, ഇപ്പോൾ നടക്കുന്നത് അമ്പലക്കടവ് ഉസ്താദ് AP സുന്നിയിലേക്ക് എന്നിങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ട് മറ്റു ആളുകൾ പോസ്റ്റടിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല പണ്ഡിതന്മാരും യോജിച്ചിട്ടുണ്ട്. സാധാരണക്കാരാണ് ഇത്തരം ഒരു പ്രശ്നം കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എനിക്ക് കാണാനിടയായി. അതെ, അമ്പലക്കടവ് ഉസ്താദ് അവറുകൾ, ഫൈസി ഉസ്താദ് അവറുകളുടെ ഒരു പ്രഭാഷണം. അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് ആദ്യം കേട്ടു നോക്കാം. മുജാഹിദ് പൊളിഞ്ഞു പോയത് വെറുതെ പോയതല്ല, നമ്മളൊന്നും അധ്വാനിച്ചിട്ടല്ല. നമ്മുടെ മുൻഗാമികളുടെ അധ്വാനത്തിന്റെ ഫല ഇന്നും ഇയാളുടെ ഉറപ്പിച്ചു നിർത്തുന്നത്. വിദഗ്ധമായി ഒരു കോംപ്രമൈസും അവർ തയ്യാറായിട്ടില്ല, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല. അവരുമായി വേദി പങ്കിടാൻ പറ്റുമോ അനിവാര്യ ഘട്ടത്തിൽ എന്ന ഒരൊറ്റ വിഷയത്തിന്റെ പേരാണ് 985 നടന്ന സംഭവത്തിന്റെ പേരിലാണ് സമസ്തയിൽ നിന്ന് പിളർപ്പുണ്ടാക്കി ഒരു വിഭാഗം ഇറങ്ങിപ്പോയത്. ഒറ്റ പ്രശ്നം, രാജ്യത്തെ മുസ്ലിമീങ്ങൾ മൊത്തം ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അതിനെതിരെ സമരം ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ വിദഗ്ധകാരുമായി സഹകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഒരു വിഭാഗം ഇറങ്ങിപ്പോകേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് കൃത്യമായ രീതിയിൽ ഉസ്താദ് അവറുകൾ തന്നെ നമ്മോട് പറഞ്ഞു തരുന്നു, ഇറങ്ങിപ്പോയതാണ്, അല്ലാതെ പുറത്താക്കിയതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയാണ് AP വിഭാഗത്തിന്റെ കരുത്തരായ ഒരു നേതൃത്വം ദീൻ എന്താണെന്ന് നമ്മോട് പഠിപ്പിച്ചു തന്ന മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, മഹാനായ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും പ്രിയപ്പെട്ട ശിഷ്യനാണ് താജുൽ ഉലമ. കൂടുതലായി ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. ആ ഒരു സിംഹഗർജനം തന്നെ ആരെയും പേടിപ്പിക്കും. ഏതൊരു രാഷ്ട്രീയക്കാരുടെയും ആരുടെ മുമ്പിലും പേടിക്കാതെ, അടിവര വെക്കാതെ, ആരുടെ മുമ്പിലും ആർജവത്തോടെ എന്തും എടുത്തു പറയാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതനാണ് മഹാനായ താജുൽ ഉലമ. ആ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് പഴയ കാലം മുതൽ തന്നെ നമ്മോട് പറഞ്ഞു വന്ന ഒന്നാണിത്. ആ ഒരു വീഡിയോ നമുക്ക് കൃത്യമായ രീതിയിൽ കേട്ടു നോക്കാം. ആളുകൾ നമ്മളാരെന്ന് പറഞ്ഞു നടക്കണ കുറച്ച് ആളുണ്ടല്ലോ, ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ ആള് മറ്റൊന്നും ശരിയല്ല, സുല്ലാനെ വേറെ പുറത്താക്കിയവരാണ്. ആര് പുറത്താക്കിയടാ? നമ്മൾ ഇറങ്ങിപ്പോന്നാടാ. സുന്നത്ത് ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം. നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നാടാ. ഇങ്ങോട്ട് പോകാൻ വലിയ ആളായിപ്പോ. പിന്നെ ആ ബലിയപ്പർക്ക് തന്നെ തോന്നി ഇത് ശരിയാവൂല, പിള്ളേരുടെ കിട്ടുന്നത് പോയി കഴിഞ്ഞില്ലേ, കുട്ടം വിട്ടുപോയില്ലേ, ഇനി നോക്കിക്കോ ഒരൊറ്റ വോട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ തന്നെ കൃത്യമായ രീതിയിൽ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് നമ്മോട് വ്യക്തമാക്കി പറയുന്നുണ്ട്, നമ്മെ പുറത്താക്കിയതല്ല, ഞങ്ങൾ ഇറങ്ങിപ്പോയതാണ്. കാരണമെന്തേ? അത് രാഷ്ട്രീയത്തോട് കൂടുമെന്ന ഒരു പേടി കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്രീയവും സമസ്തയും അത് വേറെ തന്നെയാണ്. ഇതേ വിഷയത്തിൽ ലീഗിനെ കുറിച്ച് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവറുകളും നമ്മോട് പറഞ്ഞു വെച്ച ഒരു വാക്കുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ കേട്ടു നോക്കാം. രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിപ്പിക്കാൻ ഒഴുകിയിട്ടില്ല. ഞങ്ങൾ ഒരാൾ പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമില്ലാതെ മുസ്ലിമില്ലാതെ മുസ്ലിം ലീഗവര് മുസ്ലിമില്ല. പിന്നെന്ത് മുസ്ലിം ചെയ്ത്? പിന്നെന്ത് മറ്റേത്? ആദ്യം മുസ്ലിമല്ലേ? മുസ്ലിം ഉണ്ടായിട്ട് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് മറ്റു വാചകങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇസ്ലാമിനെ തന്നെ പാഠം നിഷേധിച്ചുകൊണ്ട് വെറും
തനിക്ക് ഹൈന്ദവ സ്ത്രീകളുടെ സംസ്കാരം നമ്മുടെ സ്ത്രീകളെ കൊണ്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധിതരാക്കൽ അല്ലേ ചെയ്യുന്നത്? ഇത് ആരും ചെയ്ത് ഞങ്ങളെല്ലാം ഉത്തരവാദി. ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അർദ്ധനഗ്നരായും കൊണ്ട് തനി ഹൈന്ദവ വേഷത്തിൽ വേഷം അണിയിച്ചുകൊണ്ട് സിനിമ ഇതിൽ ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് കൃത്യമായ രീതിയിൽ തന്നെ ലീഗിനെതിരെ സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഈ വിഷയത്തിൽ എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിന്റെ കൃത്യമായ മറുപടി അല്ലെങ്കിൽ കൃത്യമായ വിഷയം മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നന്മ നിങ്ങൾ നിങ്ങളുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, ഇത്തരം നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആവസിയത്തോടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൊണ്ട് തനി ഹൈന്ദവ വേഷത്തിൽ വേഷം അണിയിച്ചുകൊണ്ട് സിനിമ രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിപ്പിക്കാൻ ഒഴുകിയിട്ടില്ല. ഞങ്ങൾ ഒരാളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമില്ലാതെ മുസ്ലിമില്ലാതെ മുസ്ലിം ലീഗവരെ മുസ്ലിമില്ല. ഇന്നെന്ത് മുസ്ലിം ചെയ്തേ? ഇന്നെന്ത് മറ്റേത്? ആദ്യം മുസ്ലിമല്ലേ? മുസ്ലിം ഉണ്ടായിട്ട് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് മറ്റു വാചകങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇസ്ലാമിനെ തന്നെ പാഠം നിഷേധിച്ചുകൊണ്ട് വെറും തനിക്ക് ഹൈന്ദവ സ്ത്രീകളുടെ സംസ്കാരം നമ്മുടെ സ്ത്രീകളെ കൊണ്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധിതരാക്കൽ അല്ലേ ചെയ്യുന്നത്? ഇത് ആരും ചെയ്ത് ഞങ്ങളെല്ലാം ഉത്തരവാദി. ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അർദ്ധനഗ്നരായും കൊണ്ട് തനി ഹൈന്ദവ വേഷത്തിൽ വേഷം അണിയിച്ചുകൊണ്ട് സിനിമ ജമാഅത്തിന്റെ ആളുകൾ നമ്മളാരെന്ന് പറഞ്ഞു നടക്കണ കുറച്ച് ആളുണ്ടല്ലോ. ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ ആള് മറ്റതൊന്നും ശരിയല്ല. സുല്ലാനെ വേറെ പുറത്താക്കിയതാണ്. ആര് പുറത്താക്കിയടാ? നമ്മൾ ഇറങ്ങിപ്പോന്നാടാ. സുന്നത്ത് ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം. നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാടാ. ഇങ്ങോട്ട് പോകാൻ വലിയ ആളായിട്ട് പിന്നെ ആ ബലിയപ്പർക്ക് എന്നെ തോന്നി ഇത് ശരിയാവൂല. പിള്ളേരുടെ കിട്ടിന് പോയി കഴിഞ്ഞില്ലേ, കുട്ടം വിട്ടുപോയില്ലേ. ഇനി നോക്കിക്കോ, ഒരൊറ്റ വോട്ട്